ഇതിങ്ങനെ നോക്കണേ. കൊള്ളാം. അമ്മയും വരെ അച്ഛനെ പോലെ ആവുകയാണല്ലേ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് 8ന്റെ പണി തരും. ഞാൻ അതെല്ലാം മാറ്റി പറഞ്ഞല്ലോ അമ്മയടുത്ത്. മൂന്ന് പതുക്കെ പറയാമേ. ഇനി അമ്മൂമ്മ ഇതും കേട്ടോണ്ട് വന്നിട്ടല്ല തീർന്ന്. അമ്മ ഞാൻ ഒരു കാര്യം പറയാം. ഇനി അമ്മൂമ്മയുടെ അടുത്ത് എന്തെങ്കിലും എന്റെ കുറ്റം പറഞ്ഞ് ഇളക്കി വിട്ടാ അമ്മ എന്താ വല്ല സാമ്പാർ ഇളക്കിവിടെ? സാമ്പാറല്ല, പുളിശ്ശേരി. മിണ്ടാതെ നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമ്മ വിളിച്ചിട്ട് എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കും. അമ്മയ്ക്ക് ചിരിയല്ലേ? കുറച്ചും കൂടെ ചിരിക്കേ. കൈ 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 വേദന എടുക്കണ്ട. കുഴപ്പമില്ല, കുറച്ചും കൂടെ വേദന എടുക്കട്ടെ. ലച്ചു എന്തേ കൈ വയ്യാത്താണ്? ആ കുഴപ്പമില്ല. ലച്ചു കുഴപ്പമില്ലെന്ന്. അമ്മ അമ്മാന്ന് ഉറക്കം വിളിച്ച് കരയും. അമ്മ വിളിക്ക്, അമ്മാന്ന് നീട്ടി വിളിക്ക്. അമ്മ. എന്താ മൂന്നേ? നീ എന്തോടി എന്തോ കാണിക്കത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. നീ എന്തിനാ അവിടെ കൈ പിടിച്ചിരിക്കുന്നേ? അതമ്മ അത് തമാശക്ക് നമ്മൾ കോഴ്സിനുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കോഴ്സിന് പോകുന്ന കാര്യം കുറെ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ദാണ്ട ഈ ദേഷ്യം വരുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ കാണിക്കുന്ന എല്ലാവരുടെയും പുറച്ചാടിക്കറന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോണം കേട്ടാ. അമ്മൂമ്മ കുറെ നേരമായില്ല അമ്മൂമ്മേനെ കുറ്റം പറയുന്നത്. ശരിയാണ്, എനിക്ക് ദേഷ്യം കുറച്ച് കൂടുതലാ. ഇത് വേറെ ആരുടെയും ദേഷ്യമൊന്നുമല്ല, അമ്മൂമ്മയുടെ ദേഷ്യം തന്നെയാണ് എനിക്ക് കിട്ടിയേക്കണത്. ലച്ചു മിണ്ടാതെ എനിക്ക്. ലച്ചു നീ അമ്മൂമ്മക്ക് ദേഷ്യം കേട്ട് ഇന്നത്തെ കാര്യം മൊത്തം ഇവിടെ പോകും. നീ പോയേ ചെല്. അങ്ങനെ ഇപ്പൊ പോവണ്ട, നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാ മതി. അമ്മൂമ്മക്ക് ദേഷ്യം വരുമ്പോ അമ്മൂമ്മ അപ്പൂപ്പന് മുമ്പിൽ കിടന്ന് ബഹളം വെക്കാറില്ലേ? ആര് പറഞ്ഞു? ഞാൻ കാണാറുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ ഇന്ന് ശരിയാക്കും. എന്നാ നിന്നെ ഞാൻ ശരിയാക്കും. ഞാൻ പൊളിഞ്ഞ് ഇവിടെ നിന്ന് ശരിയാവൂല. ഇവിടെ നില്ല്. നിന്നെ കല്യാണം കഴിഞ്ഞാലേ അനുസരണയില്ലാതെ നടക്കാമെന്ന് നിന്നെ ആരാ പഠിപ്പിച്ചേ? ഇത്ര ചിരിക്കാനേ? രണ്ടുപേരും കൂടെ വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴുണ്ടല്ലോ രണ്ടുപേരുടെയും മുഖം ഒരുപോലെ ഇരിക്കും. ഒരാളെ കണ്ണ് ഇച്ചിരി ചെറുത്, ഒരാളെ കണ്ണ് ഇച്ചിരി വലുത്, അത്ര വ്യത്യാസമുള്ളൂ. സത്യം. അമ്മ ഇങ്ങനെ ചിരിച്ച് സന്തോഷിക്കുകയാണല്ലേ. അമ്മ ഉണ്ടാക്കി വെച്ച ചെറിയൊരു ഓളാണ് ഇത്ര വലിയ തിരമാലയായിട്ട് ഇപ്പൊ മാറിയത്. എടി അവളെ നിന്നെ ഇളക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അമ്മൂമ്മ ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നത് എന്നെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണോ? പിന്നെ ഞാൻ രാവിലെ പടവലത്തുനിന്ന് കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് വന്നതേ നിന്നെ വഴക്ക് പറയാനല്ലയോ. ഞാനേ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. നീ അതുവരെ എന്നെ സഹിച്ചാൽ മതി. അമ്മ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട. വെറുതെ അമ്മ അതും ഇതും പറഞ്ഞ അവസാനം അവൾക്ക് ദേഷ്യം അവൾ വായിന്ന് വല്ലതൊക്കെ വിളിച്ച് പറയും. അല്ല വല്ലതൊക്കെ വായിന്ന് വരും. പിന്നെ അമ്മക്ക് അത് വിഷമവും. പിന്നെ അത് വലിയ വഴക്കാവും. എന്തിനത് വീട്? അങ്ങനെ അവിടെ വായിന്ന് എന്തോ വീഴുന്നെന്ന് എനിക്കൊന്ന് കേൾക്കണമല്ലോ. അമ്മ വീണ്ടും കൊളുത്തി കൊടുക്കുവാണോ അമ്മ? അയ്യോ, ഇത് ഞാൻ കൊളുത്തി കൊടുക്കുന്നതല്ല കോച്ചേ. നീ സംസാരിച്ചു കൊടുത്താൽ നിന്റെ വായിന്ന് എന്തൊക്കെ കടുത്ത പ്രയോഗങ്ങൾ വരുമെന്ന് നിനക്ക് എന്നെ നന്നായിട്ട് അറിയാം. ലച്ചു ഇത്രയും വലിയ പ്രശ്നക്കാരിയായി മാറിയത് ഞാൻ അറിഞ്ഞില്ല. ഇനിയിപ്പോ പറഞ്ഞു എന്നെ ഫുൾ പ്രശ്നക്കാരിയാക്കി മാറ്റിക്കോ. പിടിച്ചാൽ കിട്ടൂല. പിടിച്ചാൽ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അമ്മൂമ്മ വെറുതെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തി ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? ആളെ വിട് പ്ലീസ്. അവള് പോയ പോക്ക് കണ്ടോടി. ഉണ്ടായി വെച്ചേ. പിള്ളേര് തലയെടുത്തപ്പോഴേ തലക്കനവും കൂടി. ഇതിനെല്ലാം കാരണം എല്ലാത്തിനും കാരണം ഞാനാണ്. എന്നെ വെറുതെ വേണം, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. അവളെ കണ്ട് 2 വർത്താനം പറഞ്ഞിട്ടേ ഞാൻ പോന്നുള്ളൂ. അമ്മ അവളെ കണ്ടല്ലേ ഇത്ര നേരം സംസാരിച്ചത്. എന്താ സംസാരിക്കണേ നോക്കാം.